പിന്നാലെ PC ജോർജും ഷോൺ ജോർജും നടത്തിയ പ്രസ്താവനകളിൽ സഭാ നേതൃത്വം വലിയ വിമർശനങ്ങൾക്ക് പോയിരുന്നില്ല. എന്നാൽ അത് പിൻവലിക്കാൻ തയ്യാറാകാത്ത പശ്ചാത്തലത്തിലാണ് പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് തന്നെ രംഗത്ത് വന്നത്. ആരാണെങ്കിലും മത നേതാക്കന്മാർക്ക് അവരുടെ നേരെ മാന്യമല്ലാത്ത രീതിയിൽ പ്രതികരിക്കുന്നതും സംസാരിക്കുന്നതും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭീഷണിയുടെ സ്വരം വിലപ്പോകില്ല. അത് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ ആരും നമ്മളെ പേടിപ്പിക്കേണ്ടതില്ല. പിന്നാലെ താമരശ്ശേരി രൂപത ബിഷപ്പ് റെമീജിയോസ് ഇഞ്ചനാനിയിലും പ്രതികരണവുമായി രംഗത്തെത്തി. സീറോ മലബാർ സഭ മുൻ വക്താവ് ഫാദർ പോൾ തേലക്കാട്ടും പരസ്യ വിമർശനം നടത്തി. ആരെങ്കിലും ഞങ്ങൾക്കെതിരെ പറഞ്ഞാലോ മെത്രാന്മാർക്കെതിരെയോ സഭാ നേതൃത്വത്തിനെതിരെയോ പറഞ്ഞാലൊന്നും ഞങ്ങൾക്ക് യാതൊരു വിഷമവുമില്ല. ഈശോ പറഞ്ഞ വാക്ക് മാത്രമേ ഉള്ളൂ, കർത്താവെ അവരോട് എല്ലാം ക്ഷമിക്കണമേ എന്ന്. ഷോൺ ജോർജ് ആയാലും PC ജോർജ് ആയാലും അങ്ങനെയുള്ള ഭാഷ പറയുന്നതിൽ ഒട്ടും വൈമുഖ്യമില്ലാത്തവരാണ്. സംസ്കാരത്തിന് യോജിച്ച ഭാഷയല്ല പറയുന്നത്. അതും പക്വമായി രാഷ്ട്രീയത്തിൽ ഇടപെട്ട് സംസാരിക്കാൻ അവർ ശ്രദ്ധിക്കണമെന്നാണ് ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം. സഭാ നേതൃത്വം പ്രതികരിച്ചു തുടങ്ങിയതോടെ പ്രശ്നം പരിഹരിക്കാൻ ഷോൺ ജോർജ് നീക്കം ആരംഭിച്ചു. സീറോ മലബാർ സഭ ആസ്ഥാനത്തെത്തി അധ്യക്ഷൻ റാഫേൽ തട്ടിലുമായി കൂടിക്കാഴ്ച നടത്തി. മറ്റ് സഭാ മേലധ്യക്ഷന്മാരെയും നേരിട്ട് കാണാനാണ് തീരുമാനം. ഞാൻ സഭയെ അല്ല വിമർശിച്ചത്, സഭയുടെ ഭാഗമാണ് എന്ന് പറയുന്ന ഒരു മുഖപത്രത്തെയാണ് വിമർശിച്ചത്, അത്രേ ഉള്ളൂ. വിവാദ പ്രതികരണങ്ങൾ പാടില്ലെന്ന് BJP നേതൃത്വം നിർദ്ദേശം നൽകിയതായും സൂചനയുണ്ട്. ഇതിനിടെ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരെ വിമർശിച്ച് CPI മുഖപത്രം ജനയുഗം രംഗത്തെത്തി. BJPക്ക് അനുകൂലമായി നിന്ന സഭാധ്യക്ഷന്മാർക്ക് ഇപ്പോഴാണ് തിരിച്ചറിവുണ്ടായത് എന്നാണ് മുഖപ്രസംഗത്തിലെ വിമർശനം. ജനയുഗത്തിന്റെ വിമർശനം തെറ്റിദ്ധാരണയെ തുടർന്ന് എന്നാണ് താമരശ്ശേരി രൂപതാ ബിഷപ്പിന്റെ പ്രതികരണം. 24 കോട്ടയം.